ഇഷ്ടപ്പെട്ടു, നല്ല എക്സ്പീരിയൻസ് ആണ്. എന്തോ സിനിമകൾ അങ്ങനെ ചെറിയ സിനിമ വലിയ സിനിമ എന്നൊന്നും ഞാൻ കാണാറില്ല. എല്ലാം സിനിമ എടുക്കണമെങ്കിൽ തന്നെ ഇതിൻ്റെ ഒരു കോസ്റ്റും ഇതിൻ്റെ ഇത്ര ആൾക്കാരുടെ ഒരു എഫേർട്ടും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് സിനിമകൾ എപ്പോഴും എന്നും ഒരുപോലെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമാകാൻ പറ്റിയതിലും സന്തോഷമുണ്ട്. ഇത്രയും എല്ലാവരും കണ്ടിറങ്ങി നല്ല അഭിപ്രായം പറയുന്നതിലും കേൾക്കുന്നതിലും ഒക്കെ ഹാപ്പിയാണ്. അല്ല, ഞാനും പുതിയ ആളാണല്ലോ. ഞാനങ്ങനെ ഒരുപാട് പണ്ട് തൊട്ടേ ഫീൽഡിലുള്ള ആളൊന്നുമല്ല. ഞാനും പുതിയ ആളാണ്. അപ്പം ഞാനിങ്ങനെ എനിക്ക് താല്പര്യമുള്ളത് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇത് ആക്ച്വലി നമ്മൾ കുറേ നാൾ മുന്നേ എടുത്തിരുന്ന മൂവിയാണ്. അപ്പോൾ ആ സമയത്ത് എനിക്ക് തോന്നുന്നു അച്ഛനും ഒക്കെ കൂടിയിരുന്നാണ് കഥയും കാര്യങ്ങളൊക്കെ കേട്ടത്. ഞാൻ കുറച്ചുകൂടെ ചെറുതിലെ ചെയ്ത മൂവിയാണ്. അതിൽ കാണുമ്പോഴത്തേക്കും അറിയാം. പക്ഷെ ഇപ്പൊ കാണുമ്പോൾ ഹാപ്പിയാണ്. അത് ഞാൻ ഫ്രീ ആയിരുന്നു. ഞാൻ ഇന്ന ദിവസം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് വന്നു എന്നുള്ളതേ ഉള്ളൂ. അറിയുന്നുണ്ട്. അതിനെപ്പറ്റി പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. എല്ലാവരുടെയും സാഹചര്യം. അതാ ഞാൻ പറഞ്ഞു, ഇപ്പം നമുക്ക് ഒരു ഭാഗത്തിന്റെ പ്രതികരണം മാത്രമല്ലേ വന്നിട്ടുള്ളൂ. അത് കേൾക്കുമ്പോൾ നമുക്ക് വളരെ ജെനുവിനായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ ഇപ്പം പറഞ്ഞിരിക്കുന്ന ആക്ടേഴ്സിന്റെ സൈഡിൽ നിന്നും ഒക്കെ ബാക്കി കാര്യങ്ങൾ വരട്ടെ, അവരുടെ കാര്യം നമ്മൾ കേട്ടിട്ടില്ലല്ലോ. അപ്പോൾ അത് കേൾക്കാതെ നമുക്ക് അങ്ങനെ ഒന്നും അവർ ചെയ്ത് ശരിയായില്ല, ഇവർ ചെയ്ത് ശരിയാണ് അങ്ങനെ പറയാൻ എനിക്കറിയില്ല. അപ്പോൾ രണ്ട് ഭാഗവും വരട്ടെ. പർട്ടിക്കുലർ പോയിന്റിൽ എനിക്കറിയില്ല. പക്ഷെ എൻ്റെ കാര്യത്തിൽ നമ്മൾ മുന്നേ അങ്ങനെ ഇപ്പം ഞാനാണെങ്കിൽ മുന്നേ വാക്ക് കൊടുത്തു എന്നുണ്ടെങ്കിൽ എനിക്ക് വരാതെ പറ്റില്ല. പക്ഷെ അല്ല, ഞാൻ ഏതെങ്കിലും വരാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങനെ എനിക്കറിയില്ല അത് നമുക്ക് എങ്ങനെ എത്രമാത്രം പറ്റും എന്നുള്ളത്. അത് ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ചാണ്. ഇപ്പം അല്ല, ഞാൻ നേരത്തെ ഇവരുടെ അടുത്ത് ഞാൻ വരാം എന്നെല്ലാം വാക്ക് കൊടുത്തതിന് ശേഷം ഞാൻ ഇന്ന് വിളിച്ച് പറയാനില്ല എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് പറ്റില്ല. പക്ഷെ ഇപ്പം ആരോപിക്കപ്പെട്ടിരിക്കുന്ന കേസിൽ നമ്മൾ പറയുമ്പോഴത്തേക്കും നമ്മൾ അപ്പുറത്തെ സൈഡ് കേട്ടിട്ടില്ലല്ലോ, ഇതെങ്ങനെയായിരുന്നു എന്നോ ഒന്നും നമ്മൾ അറിയില്ല. അപ്പോൾ പിന്നെ അതിനെപ്പറ്റി എനിക്ക് സ്പെസിഫൈ ചെയ്തൊരു അഭിപ്രായം വരാൻ പറ്റില്ല. എൻ്റെ അഭിപ്രായം എങ്ങനെയാണ് അതാ ഞാൻ പറഞ്ഞത്. എനിക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യമാണെങ്കിൽ ഞാൻ മാക്സിമം കോപ്പറേറ്റ് ചെയ്യാനാണ് നോക്കുക. ഈ പറയുന്നത് പോലെ ഞാൻ വന്നതുകൊണ്ട് അവിടെ എന്തെങ്കിലും ഗുണമുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ വന്നില്ലെങ്കിലും ഈ സിനിമ ഇറങ്ങും, ഞാൻ വന്നാലും ഈ സിനിമ ഇറങ്ങും. അപ്പോൾ വരിക എന്നുള്ളത് ഞാൻ ഇതിനോട് കാണിക്കുന്നൊരു അതൊരു എഫേർട്ടൊന്നുമല്ല. ഞാൻ വരിക എന്നുള്ളതിലേക്കും സിനിമ നല്ലതാണെങ്കിൽ നല്ലവണ്ണം ഓടും എന്നുള്ളതാണ്. ഞാൻ വന്നതുകൊണ്ട് ഈ സിനിമ ഇന്ന് ചിലപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കുറേ വൈറ്റ് എടുക്കാൻ പറ്റുമായിരിക്കും. എന്ന് ഞാൻ ഇന്ന് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാലാകാലം ഈ സിനിമ തിയേറ്ററിൽ ഓടാനോ അങ്ങനെയൊന്നും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ ഫ്രീ ആണ്, അല്ലെങ്കിൽ എനിക്കും ഞാൻ ഇവരുടെ അടുത്ത് നേരത്തെ വാക്ക് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് വരിക എന്നുള്ളത് എൻ്റെ ഒരു ബാധ്യതയാണ്. അതുകൊണ്ട് ഞാൻ വരും. അതെ, ഇതെല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഇത് പേര് പോലെ തന്നെ ജൂനിയേഴ്സ് ആണ്. ഒരു കുറേ ആ ഏജ് ഗ്രൂപ്പിലുള്ള കുറേ കുട്ടികളുടെ അല്ലെങ്കിൽ കുറേ ആളുകളുടെ ഒരു സിനിമയാണ്. എന്തോ അതെന്നാ തോന്നുന്നത്. അതെ. നല്ല എക്സ്പീരിയൻസ് ആണ്. അധികം കോമ്പിനേഷൻ സീനുകളൊന്നും ഇല്ല. അതപ്പം അവരുടെ അടുത്ത് ചോദിച്ചാൽ കുറച്ചുകൂടി അറിയാൻ പറ്റുമായിരിക്കും. അതെ. ഇല്ല. എല്ലാവരും പാവം ആൾക്കാരാ, അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നും. പ്രേക്ഷകരെല്ലാവരും പറ്റുന്നവരൊക്കെ മൂവി വന്ന് കാണുക, റിവ്യൂസ് ഒക്കെ അറിയിക്കുക, അതൊക്കെ തന്നെയാണ്. താങ്ക് യു. സിനിമ മലയാളത്തിൽ ഇപ്പൊ ഇറങ്ങുന്ന സിനിമ വ്യത്യസ്തമായിട്ടൊരു ജോണറാണ്. കാരണം ഒരു ക്രൈം ത്രില്ലർ എന്ന് പറയുന്ന സമയത്ത് തന്നെ ഒരു സാധാരണ ഗ്രാമത്തിലെ കൂടി നമ്മളെ പഴയ ഓർമ്മകളിൽ നൊസ്റ്റാൾജിക്കായിട്ട് കൊണ്ടുപോയി പ്രകൃതി ഭംഗിയും കുട്ടികളും ചെറുപ്പക്കാരും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു നാടിന്റെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജോണർ. പ്രത്യേകിച്ച് മലയാളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരനും സംവിധായകനും തിരക്കഥാകൃത്തുമൊക്കെ ആയിട്ടുള്ള മലയാളത്തിൽ പ്രിയപ്പെട്ട ജോസാറിന്റെ പ്രിയ ശിഷ്യനായിട്ടുള്ള ആൻസൺ ആന്റണി, അദ്ദേഹമാണ് സിനിമ ഡയറക്ട് ചെയ്തിട്ടുള്ള. അദ്ദേഹത്തിന്റെ കഥയാണ്. അദ്ദേഹത്തിന്റെ തിരക്കഥയിൽ അദ്ദേഹം ആദ്യമായിട്ട് ഡയറക്ട് ചെയ്ത സിനിമയാണ്. ഇപ്പൊ കണ്ട ആളുകളുടെ റെസ്പോൺസ് എന്ന് പറയുന്നത് എല്ലാവരും ഫിലിം കണ്ടല്ലോ അല്ലെ, സിനിമ കണ്ടല്ലോ, അപ്പോൾ കണ്ടവരെല്ലാവരും നല്ല ഒരു ഫീഡ്ബാക്കാണ് തന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ സപ്പോർട്ട് ചെയ്താലാണ് യൂണിച്ചേട്ടനും സലീം ചേച്ചി ഞങ്ങളുടെ ഞാനും
നന്നായി വിജയിക്കുന്നത് മെസ്സേജ് ഉണ്ട്, സത്യം എപ്പോൾ ജയിച്ചു നിൽക്കുന്നതും ആ മെസ്സേജിനെ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട. കാരണം എത്ര സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടല്ലോ, അത് ഇതിൽ പ്രൂവ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഫീഡ്ബാക്ക് എല്ലാവരും നല്ല രീതിയിൽ കൊടുത്തിട്ട് ഈ മെസ്സേജ് എല്ലാവരും ഉൾപ്പെടുത്തിയിട്ട് എല്ലാവരും തിയേറ്ററിൽ എത്തിക്കാൻ സഹകരണം ഞങ്ങൾ ഉണ്ടാവണം. താങ്ക് യു. സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു പടം? കുഴപ്പമില്ല. നമ്മുടെ ആക്ഷൻ റിവ്യൂവിന് ശേഷം ഒരു ത്രൂഔട്ട് വേഷമുള്ള പടമാണ്. ഒരുപാട് ഇഷ്ടപ്പെട്ടു, നന്നായി ഇഷ്ടപ്പെട്ടു. കാരണം പടം വ്യത്യസ്തമായ സിനിമയാണ്. നിങ്ങളെല്ലാം പടം കണ്ടില്ലേ? എന്താണ് പ്രേക്ഷകരുടെ ഒരു അഭിപ്രായം എങ്ങനെയാണ്? പൊതുവെ നല്ല അഭിപ്രായമാണ്. എല്ലാവരും പറഞ്ഞു ഒരു കുറേ നാൾക്ക് ശേഷം ഒരു നമ്മൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത രീതിയിലുള്ള ഒരു സബ്ജക്റ്റ്. ക്ലൈമാക്സ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഒരു സബ്ജക്റ്റാണ്. ഒരുപാട് കൊലപാതകമൊക്കെ വന്നിട്ടുണ്ട്, ഇത് വേറെ രീതിയിൽ റൂട്ട് മാറ്റി. പക്ഷേ ഇതിനകത്ത് എന്ന് വെച്ചാൽ ആ വില്ലനെ നമ്മൾ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുന്നില്ല, നിയമത്തിന് വഴിക്ക് വിട്ടുകൊടുക്കുന്നത്. അതൊരു നല്ലൊരു സംഭവം. അതൊരു നമുക്ക് ഒരു സംഭവം. എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു ടീമിന്റെ ഇപ്പോൾ വർക്ക് ചെയ്തപ്പോൾ ഒരു എക്സ്പീരിയൻസ്? നല്ല ടീമാണ്. നമ്മൾ ഇത് നമ്മൾ നല്ലൊരു ടീമാണ്. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ എൻ്റെ ആ വില്ലൻ വേഷം ചെയ്തിരിക്കുന്ന പ്രൊഡ്യൂസറാണ്. പുള്ളിയാണ്. പുള്ളി നല്ല ചെയ്തിട്ടുണ്ട്. എല്ലാവരും വന്നിട്ട് കൊള്ളാമായിരുന്നു. എന്തായാലും ഒരു ഹാപ്പി, പൂർണ്ണമായിട്ടും കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി എന്നാണ്. ഇനിയിപ്പോൾ കാണാനുള്ള പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? എല്ലാവരും, കാരണം എല്ലാവരും സിനിമയാണ്. ഈ കൊച്ചു സിനിമകൾ മാക്സിമം ആരും കാണത്തില്ല. അപ്പോൾ അതിൽ അപേക്ഷ കൂടെ നിങ്ങൾ എല്ലാവരോടും പറയുകയാണ്, ഒന്ന് കാണുക സിനിമയൊക്കെ. കാരണം ഇപ്പം ഞാൻ പറയല്ലേ, ഇതൊരു നല്ല കോമഡി ഉണ്ട്, എന്നാൽ നല്ലൊരു സബ്ജക്റ്റിൽ ക്ലൈമാക്സ് ആർക്കും തന്നെ കണ്ടുപിടിക്കാൻ പറ്റിയ ക്ലൈമാക്സാണ്. അതാണ് ഈ പടത്തിൻ്റെ ഒരു മെയിൻ സാധനം. അപ്പോൾ എല്ലാവരും ഈ സിനിമ കാണുക. എന്നെപ്പോലുള്ള കലാകാരന്മാർ ഇങ്ങനെയുള്ള പടത്തിലൊക്കെയാണ് കൂടുതൽ വരുന്നത്. നിങ്ങളൊക്കെ സിനിമ കാണുന്നത് എല്ലാ പ്രേക്ഷകരോടും ഒരു അപേക്ഷയുണ്ട്, നിങ്ങളെ കാണണമെന്നാണ്.